ഹായ് ഡിയേഴ്സ്, കുക്കറിൽ ഈസിയായി എങ്ങനെയാണ് ഞാൻ നെയ്ച്ചോറും മട്ടൻ വറുത്തരച്ച കറിയും ഉണ്ടാക്കിയതെന്ന് നോക്കാം. ആദ്യം ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്ത് ചീനച്ചട്ടി വെച്ച് അത് ചൂടായാൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി. ഇനി ഞാൻ നേരത്തെ ഒരു മുറി തേങ്ങ ചിരകിയതും 5 വെളുത്തുള്ളി, 2 ചുവന്നുള്ളി, പെരുംജീരകം, പട്ട, കുരുമുളക് ഇവയെല്ലാം ആവശ്യത്തിന് ചേർത്ത് തേങ്ങ ചിരകിയത് വറുക്കുക. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുക. നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഞാൻ സാധാരണയായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താൽ മതി. ഇനി നന്നായിട്ട് ഇളക്കുക കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തത് തേങ്ങേൻ്റെ ഒരു നാര് അതിൽ വറുത്തതിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ബ്രൗൺ നിറമായി വറുത്തെടുത്തിട്ട് അത് മിക്സിയിലിട്ട് അരച്ചെടുത്തു. ഇനി പച്ചമുളക്, ഉരുളക്കിഴങ്ങ് ഒന്ന് നന്നായിട്ട് അരിഞ്ഞത്, പിന്നെ ഇഞ്ചി ആവശ്യത്തിന്, 2 ഉള്ളിയും 2 തക്കാളിയും എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 3 എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി കുക്കറിൽ 1 കപ്പ് വെള്ളം ഒഴിക്കുക. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള മട്ടൻ അതിലേക്ക് ഇടുക കേട്ടോ ചെയ്യുന്നത്. ഇനി അതിലേക്ക് നമ്മൾ 2 ഉള്ളി അരിഞ്ഞത്, 2 തക്കാളി അരിഞ്ഞത്, 1 ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, ആവശ്യത്തിന് ഇഞ്ചി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക കേട്ടോ ചെയ്യുന്നത്. അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്യാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമ്മൾ കുക്കർ വെച്ചതിന് ശേഷം അതിലേക്ക് കല്ലുപ്പ് 1 സ്പൂണ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഉപ്പാണോ വേണ്ടത് അത് ഇടുക കേട്ടോ. പൊടി ഉപ്പാണെങ്കിൽ അങ്ങനെ. അപ്പോൾ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. 3 സ്പൂണ് ഞാൻ മസാലപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കുക. അതിന് ശേഷം 1 സ്പൂണ് ഗരം മസാല, 1 സ്പൂണ് മീറ്റ് മസാല ചേർത്ത് നന്നായിട്ട് ഇളക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് കുക്കർ അടച്ചു വെച്ചു. ഒരു 7 വിസിൽ വരുന്നത് വരെ ഞാൻ വേവിച്ചിട്ടുണ്ട്. എന്നിട്ട് കുക്കർ ഓണാക്കിയപ്പോഴത്തെ അവസ്ഥയാണ് ഇങ്ങനെ കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നേരത്തെ വറുത്തരച്ച തേങ്ങ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോയിൽ ചേർക്കാൻ വിട്ടുപോയി. തേങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ട് കറി തിളപ്പിക്കുക. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ഇട്ടു. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനി കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞത് ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ ചെയ്യുന്നത്. മല്ലിച്ചപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വന്നു. മട്ടൻ കറിയുടെ നല്ലൊരു സ്മെല്ല് വന്നു. ഉപ്പൊക്കെ നമുക്ക് നോക്കാം കേട്ടോ ആവശ്യത്തിനനുസരിച്ച്. ഇപ്പോൾ കറി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് അതിലേക്ക് ഇട്ടിട്ട് വറുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു സ്മെല്ല് ഇപ്പോൾ വരും. ഈ ചെറിയ ഉള്ളി വറുക്കുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, അതെനിക്ക് നല്ല ഇഷ്ടമാണ്. നല്ലൊരു സ്മെല്ലാണത്. അപ്പോൾ നന്നായിട്ട് ചെറിയ ഉള്ളി ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വറുക്കുക. അപ്പോൾ നല്ലൊരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് കറിയിലേക്ക് നമ്മൾ അത് മാറ്റുക കേട്ടോ ചെയ്യുന്നത്. ഇനി നന്നായിട്ട് അതൊന്ന് ഇളക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വന്നു കേട്ടോ. അടുക്കള മൊത്തം നല്ലൊരു മട്ടൻ കറിയുടെ സ്മെല്ലായിട്ട് നിറഞ്ഞ് നിൽക്കുക കേട്ടോ. ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്ത് കുക്കർ വയ്ക്കുക. ഇനി ഒരു 3 ഗ്ലാസ് അരി കേട്ടോ ഞാൻ എടുക്കുന്നത്. ഈ 3 ഗ്ലാസ് അരി എടുത്തിട്ട് നന്നായിട്ട് കഴുകി എടുത്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കറുകാമ്പട്ട, 1 ഉള്ളി അരിഞ്ഞത്, ഇത്തിരി ക്യാരറ്റ്, 4 ഏലക്കായ, ആവശ്യത്തിന് മല്ലിച്ചപ്പ് ചേർത്ത് അവിടെ എടുത്ത് വയ്ക്കുക.
ഇനി ആവശ്യത്തിന് ഡാൽഡയും വേണം കേട്ടോ. ഇനി ഈ നേരത്തെ നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള അരി അതിൻ്റെ ഇരട്ടി വെള്ളം കേട്ടോ എടുക്കേണ്ടത് നമ്മൾ നെയ്ച്ചോറിലേക്ക്. അതായത് 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഏത് പാത്രമാണോ നിങ്ങൾ അളവിനെടുക്കുന്നത് ആ പാത്രത്തിൻ്റെ ഇരട്ടി വെള്ളം വേണം എടുക്കാൻ. അതായത് ആ പാത്രം തന്നെ ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ വെള്ളം എടുക്കാൻ. അപ്പോൾ ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഗ്ലാസ്സിൻ്റെ 3 ഗ്ലാസ് അരി എടുത്തു. അപ്പോൾ അതിൻ്റെ ഇരട്ടി 6 ഗ്ലാസ് വെള്ളം എടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അളന്നിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഒരു പാത്രത്തിൽ തികയുന്നില്ല, അപ്പോൾ വേറൊരു കപ്പിലും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കർ വെച്ചതിന് ശേഷം അതിലേക്ക് ഡാൽഡ ഇടുക കേട്ടോ ചെയ്യുന്നത് ആവശ്യത്തിന്. അപ്പോൾ ഡാൽഡ ഇല്ലയെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഡാൽഡ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് മാത്രം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാനത് ഇട്ട സമയത്ത് നല്ല ഒരു വലിയ കട്ടയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ കട്ട പൊട്ടിക്കുക കേട്ടോ ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി, അതുപോലെ ക്യാരറ്റ്, ഏലക്കായ, പട്ട, ഗ്രാമ്പൂ ഉണ്ടെങ്കിൽ ഗ്രാമ്പൂ ഇടാം കേട്ടോ. ഞങ്ങൾക്ക് ഗ്രാമ്പൂ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങൾ ഗ്രാമ്പൂ ഇട്ടിട്ടില്ല. പിന്നെ മുന്തിരി, അണ്ടിപ്പരിപ്പൊക്കെ ഇടാം കേട്ടോ. ഞങ്ങളതൊന്നും ഇട്ടിട്ടില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ച് കല്ലുപ്പ് ഇടുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് മാത്രം. പിന്നെ നേരത്തെ അളന്ന് വെച്ച വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അളന്ന് വെച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം ആ വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. അതിലേക്ക് ഞാൻ മല്ലിച്ചപ്പ് ഇടുന്നുണ്ട് കേട്ടോ. മല്ലിച്ചപ്പ് ഇട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള അരി എടുത്തിട്ട് ഇടുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അരി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കണം, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ആഡ് ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല, എനിക്കിത്ര മതി. ഞങ്ങൾ നെയ്യൊക്കെ കുറച്ച് ഉപയോഗിക്കാറുള്ളൂ. എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക, കുക്കർ അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വിസിൽ നമ്മൾ കളയണം. ആ വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വിസിൽ ഇതുപോലെ നമ്മൾ കളയുക കേട്ടോ ചെയ്യുന്നത്. കളഞ്ഞതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്തപ്പോൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അവസ്ഥയിലുള്ള വേവാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് കൂടുതൽ വേവാൻ വേണ്ടിയിട്ട് അനുവദിച്ചിട്ടില്ല. ഈ ഒരു വേവാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് എടുക്കാറുള്ളത്. അപ്പോൾ അത് ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് അത് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. മട്ടൻ വറുത്തരച്ച കറിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് കമൻ്റ് ഇടാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണേ. ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.